സോനം വാങ്ചുകിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടാതെ ആശുപത്രി അധികൃതർ. ഭാര്യയ്ക്ക് പോലും മെഡിക്കൽ റിപ്പോർട്ട് കൈമാറുന്നില്ല. മാത്രമല്ല, ഭാര്യ മാത്രമാണ് സോനമിനെ കാണിക്കുന്നുള്ളൂ, മറ്റാരെയും കടത്തിവിടുന്നില്ല. ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സോനം വാങ്ചുക് അറസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ ആക്കിയതിന് പിന്നിൽ RSSന്റെ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സമരപന്തലിൽ നിന്നുള്ള പ്രതിഷേധക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അഭിജിത്ത് DK ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. പോലീസല്ല, RSS ആണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത്. അതേസമയം തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള പ്രതിഷേധം രാജ്യത്ത് കനക്കുകയാണ്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. കുറഞ്ഞത് 10,000 പേരെങ്കിലും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിഷേധ റാലി ആയിരിക്കും ഉണ്ടാവുക എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ CJP സമരപന്തലിൽ നിന്ന് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ ഈ ഒരു സംഭവത്തെ അപലപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. മാത്രമല്ല, അദ്ദേഹം ഈ ഒരു ചികിത്സ നിരസിച്ചു എന്നും പറയുന്നുണ്ട്. തന്നെ എത്രയും വേഗം വിട്ടയക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ആരോഗ്യനില കൂടുതൽ വഷളാക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ അല്ലെങ്കിൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്തത് തെറ്റാണ് എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. മോദി സർക്കാരിന്റെ കാതലായിട്ടുള്ള തത്വങ്ങൾ അസത്യവും ഹിംസയുമാണെന്നും വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും തങ്ങളെ പിന്തിരിപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിന് പിന്നാലെ SFI നേതാക്കളും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി രക്ഷിക്കുന്നതിനായുള്ള സമരമാണിത്. പോലീസ് ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരടി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. വിഷയത്തിലെ രാജ്യമാകെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക് ഹോസ്പിറ്റലിൽ, സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. പക്ഷെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴേ ഉണ്ട്. നാളെ പാർലമെന്റ് മാർച്ച് നടക്കും. ഇവിടുന്ന് 10,000-ലധികം പേരുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അദ്ദേഹം അവിടെയും ഹങ്കർ സ്ട്രൈക്കിൽ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ മാത്രമാണ് അവർ അനുവദിക്കുന്നത് കയറാൻ. ഭാര്യ ഫോണോ ഇതൊന്നും കൊണ്ട് കയറ്റാൻ പറ്റുന്നില്ല. രാവിലെ അറിഞ്ഞത് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട്സും അവരുടെ വീട്ടുകാരുമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വിടാത്തത്? സ്വാഭാവികമായിട്ടും അതിപ്പോ കഴിഞ്ഞ ദിവസം MA ബേബി, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരോടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ കാണാൻ അനുവദിച്ചിട്ടില്ല. അപ്പൊ ബോധപൂർവം അവര് ഇപ്പോ ഡൽഹി പോലീസിന്റെ കൺട്രോളിലാണ് ആ ഹോസ്പിറ്റലിലെ ഒരു സ്ഥിതി. ബോധപൂർവം, അതായത് സോനം വാങ്ചുകിന്റെ ഒരു പ്രതികരണം പോലും പുറത്തു വരാൻ വേണ്ടി പാടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. അതെ. ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ RSSോ BJP അങ്ങനെ ആരെങ്കിലും ആണോ? സ്വാഭാവികമായിട്ടും RSSന്റെയും BJPയുടെയും സർക്കാരിന്റെ അജണ്ടയാണല്ലോ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വന്ന അവരുടെ അജണ്ടയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് നിരാഹാര സമരം അവിടെ നടക്കുന്നു. ജനാധിപത്യപരമായ രീതിയിൽ വിദ്യാർത്ഥികളും എല്ലാരും പ്രതിഷേധിക്കുന്നു. അപ്പൊ അതിനെ ഇങ്ങനെ ഒരു ഘട്ടത്തില് വലിയ ഫോഴ്സിനെ കൊണ്ടുവന്ന്, അതായത് അദ്ദേഹത്തിനെ ഒരു ദൃശ്യം പോലും വെളിയിൽ വരാൻ വേണ്ടി പാടില്ല, മറ്റേ തുണിയെല്ലാം വെച്ച് മറച്ചാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും അവരെ ഈ സമരത്തെ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അഭിജിത്ത് ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ വന്നിരുന്നു. ഇനിയും ആളുകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അറസ്റ്റ് ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? കാരണം ഇപ്പോൾ സോനം ചുങ്ങാന്റെ ആരോഗ്യസ്ഥിതി മാനിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹത്തെ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും ആളുകൾ അവിടെ ആ ഒരു സമരത്തിലേക്ക് പങ്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം നീക്കങ്ങൾ വീണ്ടും കാണുമോ? സ്വാഭാവികമായിട്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ആദ്യം മുതൽ തന്നെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് സംശയം ഉള്ള കാര്യമല്ല. ഒരു ബോധപൂർവം ഇതിവിടെ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കും. ഇപ്പോ പാർലമെന്റ് മാർച്ചുണ്ട്. അതിന് മുമ്പായി തന്നെ വലിയ നിലയിലുള്ള പോലീസ് ഡിപ്ലോയ്മെന്റ് ഇവിടെ ഉണ്ട്. സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല.
ഈ ഇപ്പോൾ ഈ പോലീസുകാരായിട്ട് വന്ന RSSകാര് വന്ന് സോനം ചിങ്മാനെ കൊണ്ടുപോയി. അതല്ലാതെ ഏതെങ്കിലും തരത്തില് BJP നേതാക്കളോ RSS പോലീസുകാരായി വന്ന RSSകാര് എന്ന് കൃത്യതയോട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ RSSന് BJPയുടെ ഇംഗിതം നടപ്പിലാക്കിയ പോലീസുകാരിവിടെ ഉണ്ടായിരുന്നു. ആ അല്ല അവിടെ ദീപക് ആയിരുന്നു പറഞ്ഞത്, അഭിജിത്ത് കെ ആയിരുന്നു പറഞ്ഞത് ഈ RSSകാരാണ് കൊണ്ടുപോയത് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഓക്കെ ഓക്കെ. RSSന്റെയും BJPയുടെയും പോലീസുകാർ. ഇടപെടൽ നടപ്പിലാക്കിയ പോലീസുകാരായിരുന്നു. ഓക്കെ. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കണേ, ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണികളോ വെല്ലുവിളികളോ അവിടെ ഏതെങ്കിലും നേതാക്കൾ ഉയർത്തിയിരുന്നോ? ഇവിടെ നിരന്തരമായി മോദി ഭക്തരമായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കാരണം തന്നെ പുറത്തുനിന്നുള്ളവരും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അഭിജിത്ത് കെയുടെ മുഖത്തേക്ക് ഒരു കരിയോയിൽ ഒഴിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്, അത്തരം രീതിയിലുള്ള ആളുകൾ അതിനിടയിൽ ഉണ്ട്. ബോധപൂർവമായിട്ട് നുഴഞ്ഞ് ഇതിനകത്ത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഈ സമരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഒരു പോലീസിന്റെ ഒരു ഇടപെടൽ നടത്തി ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം ഒരു ബോധപൂർവം പല നിലയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല. നിലവില് ഇപ്പോൾ അവിടെ സമരം തുടരുകയാണ്. അതെ. നാളെ ഇപ്പോ പാർലമെന്റ് മാർച്ച് നടത്താനുള്ള നീക്കവും നടക്കുന്നു. 10,000-കണക്കിനുള്ള വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ജനങ്ങളും ഇതിനകത്ത് എത്രയേറെ പിന്തുണ കൂടുന്നുണ്ട്. കാരണം ഓരോ ദിവസവും വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പാതിരാത്രി വെളുപ്പിന് പോലും 24 മണിക്കൂറും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ റദ്ദ് ചെയ്യുക എന്നുള്ള, അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥികൾക്ക് മതിയായ കോമ്പൻസേഷൻ, മരണപ്പെട്ട 22 വിദ്യാർത്ഥികളുണ്ട് ഈ പരീക്ഷകൾ കാരണം ഈ സർക്കാർ മരണത്തിലേക്ക് തള്ളി നിൽക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് മാന്യമായിട്ടുള്ള കോമ്പൻസേഷൻ ലഭിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതില് പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ചിരിച്ചതല്ലാതെ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ. ഈ സമരത്തെ അവഗണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്.